ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും രാജസ്ഥാനും സന്ദർശിക്കും. 19,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ന് 14ാമത് ദേശീയ സമ്മതിദായക ദിനം. പ്രധാനമന്ത്രി 50 ലക്ഷത്തിലധികം നവ വോട്ടർമാരുമായി സംവദിക്കും. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമാകും. ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഹൈദരാബാദിൽ തുടക്കം. വാർത്തകൾ വിശദമായി. 75ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. വികസിത ഭാരതം പ്രമേയമാക്കി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നാരീശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തെ 1500 കർഷകർക്കും പിഎം വിശ്വകർമ്മ പദ്ധതിയിലെ 256 ഗുണഭോക്താക്കൾക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വിവിധ കേന്ദ്ര പദ്ധതികളിലൂടെ മികച്ച നേട്ടം കൈവരിച്ചവർ, ഐഎസ്ആർഒയിലെ വനിതാ ശാസ്ത്രജ്ഞർ, വിവിധ കായിക മേഖലകളിലെ ജേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയും പരേഡ് വീക്ഷിക്കുന്നതിനായി ക്ഷണിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇക്കുറി 26 നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 75ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകുന്നേരം 7 മണി മുതൽ ആകാശവാണിയുടെ മുഴുവൻ ദേശീയ നിലയങ്ങളിലും ദൂരദർശന്റെ എല്ലാ ചാനലുകളിലും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷ് പതിപ്പിലും സംപ്രേഷണം ചെയ്യും. ആകാശവാണി അതത് പ്രാദേശിക നിലയങ്ങളിൽ നിന്ന് രാത്രി 9:30 മുതൽ പ്രാദേശിക ഭാഷാ പതിപ്പുകൾ പ്രക്ഷേപണം ചെയ്യും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. കർത്തവ്യപഥിൽ 14,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ശക്തവും പഴുതടച്ചതും കുറ്റമറ്റതുമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഡൽഹിയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഓഫ് പോലീസ് സുരക്ഷാ ചുമതല വഹിക്കുന്ന ദീപേന്ദ്ര പഥക് അറിയിച്ചു. സുരക്ഷ, ട്രാഫിക് ജില്ലാ യൂണിറ്റുകൾ കേന്ദ്ര സേനകളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാത്രി 10 മണിയോടെ ഡൽഹി അതിർത്തി അടയ്ക്കുമെന്നും വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഡൽഹി മെട്രോ നാളെ രാവിലെ 4 മണി മുതൽ സർവീസ് ആരംഭിക്കും. റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് കർത്തവ്യപഥിലെത്താൻ സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. രാവിലെ 6 വരെ 30 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിൽ 19,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. റെയിൽ, റോഡ്, എണ്ണ, പ്രകൃതിവാതകം, നഗരവികസനം, പാർപ്പിടം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി. പരിപാടിയിൽ ന്യൂ ഖുർജയെയും ന്യൂ രവാരിയെയും ബന്ധിപ്പിക്കുന്ന 173 കിലോമീറ്റർ ഡബിൾ ലൈൻ ഇലക്ട്രിഫൈഡ് സെക്ഷൻ ശ്രീ മോദി നാടിന് സമർപ്പിക്കും. പടിഞ്ഞാറൻ, കിഴക്കൻ ഫ്രൈറ്റ് കോറിഡോറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പുതിയ സെക്ഷൻ നിർണായകമാകും. മധുര, പാവൽ സെക്ഷനുകളെയും ചിപ്പിയാന, ബുസുർഗ്, ദാദ്രി സെക്ഷനുകളെയും ബന്ധിപ്പിക്കുന്ന 4ാമത്തെ ലൈനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യതലസ്ഥാനത്ത് നിന്ന് തെക്ക് പടിഞ്ഞാറൻ, കിഴക്കൻ മേഖലകളിലേക്കുള്ള റെയിൽ ഗതാഗതം വർദ്ധിപ്പിക്കാൻ പുതിയ ലൈനുകൾക്കാകും. അലിഗഡ് ബദ്വാസ് 4-വരിപ്പാത, മീററ്റ് കർണാൽ അതിർത്തി മേഖലാ വികസനം, ഷാംലി മുസഫർ നഗർ ദേശീയ ഹൈവേ 4-വരിയാക്കൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഓയിലിന്റെ തുദ്ല ഗവാരിയ പൈപ്പ് ലൈൻ, ഗ്രേറ്റർ നോയിഡയിൽ ഇന്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ടൌൺഷിപ്പ് എന്നിവയ്ക്കും തുടക്കമാകും. വൈകുന്നേരം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ ജയ്പൂരിൽ പ്രധാനമന്ത്രി സ്വീകരിക്കും. ജയ്പൂരിലെ ചരിത്രപ്രസിദ്ധമായ ആംബർ ഫോർട്ട്, ജന്തർ മന്ദർ, ഹവാമഹൽ എന്നിവ ഇരുവരും സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് ദേശീയ സമ്മതിദായക ദിനം. പൌരന്മാരിൽ തെരഞ്ഞെടുപ്പ് അവബോധം സൃഷ്ടിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 14ാമത് ദേശീയ സമ്മതിദായക ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനമായ ജനുവരി 25-നാണ് എല്ലാ വർഷവും ദിനാചരണം നടത്തുന്നത്. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 2023 മികച്ച ഇലക്ടറൽ പ്രാക്ടീസ് അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. 2023 തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഐടി പോലുള്ള വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച സംസ്ഥാന, ജില്ലാതല ഉദ്യോഗസ്ഥർ അവാർഡുകൾ ഏറ്റുവാങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ 50 ലക്ഷത്തിലധികം വരുന്ന നവ വോട്ടർമാരുമായി ഇന്ന് രാവിലെ 11 മണിക്ക് സംവദിക്കും.
കേരളത്തിൽ 100-ലധികം കേന്ദ്രങ്ങളിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി പ്രധാനമന്ത്രി പുതിയ വോട്ടർമാരുമായി സംവദിക്കുമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ CR പ്രഫുൽ കൃഷ്ണ കൊച്ചിയിൽ അറിയിച്ചു. ഇന്ന് ദേശീയ വിനോദസഞ്ചാര ദിനം. ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖലയെക്കുറിച്ചും അത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ചെലുത്തുന്ന നിർണായക പങ്കിനെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ജനുവരി 25 ദേശീയ വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നത്. 1948 മുതലാണ് രാജ്യത്ത് ദേശീയ വിനോദസഞ്ചാര ദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഐക്യരാഷ്ട്ര പൊതുസഭാ അധ്യക്ഷൻ ഡെനിസ് ഫ്രാൻസിസ് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ സന്ദർശിച്ചു. ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി കാലാവസ്ഥാ വ്യതിയാനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങി അദ്ദേഹത്തിന്റെ കീഴിൽ നടപ്പാക്കുന്ന സുപ്രധാന സംരംഭങ്ങളെ അഭിനന്ദിച്ചു. ആഗോള ഐക്യദാർഢ്യവും വിശ്വാസവും പുനഃസ്ഥാപിക്കുക എന്ന പൊതുസഭയുടെ 78ാമത് സമ്മേളനത്തിന്റെ പ്രമേയം വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വികസ്വര രാഷ്ട്രങ്ങളായ ഗ്ലോബൽ സൌത്തിനെ പിന്തുണയ്ക്കുന്നതിൽ പൊതുസഭയ്ക്ക് നിർണായക പങ്കുണ്ടെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഇന്ത്യയോടുള്ള നിലവിലെ മാൽഡീവ്സ് സർക്കാരിന്റെ നിലപാടിനെതിരെ മാൽഡീവ്സിലെ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ഇബ്രാഹിം സോലിഹിന്റെ നേതൃത്വത്തിലുള്ള മാൽഡീവ്സ് ഡെമോക്രാറ്റിക് പാർട്ടിയും മുഹമ്മദ് നഷീദിന്റെ കീഴിലുള്ള ഡെമോക്രാറ്റുകളുമാണ് മാൽഡീവ്സ് സർക്കാരിന്റെ വിദേശ നയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. നിലവിലെ ഭരണകൂടം ഇന്ത്യ വിരുദ്ധ നിലപാടിലേക്ക് കടക്കുന്നതായി തോന്നുന്നുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു. മാൽഡീവ്സിന്റെ ദീർഘകാല സഖ്യകക്ഷിയായ ഇന്ത്യയെ അകറ്റുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് ഹാനികരമാകുമെന്ന് പ്രസ്താവന വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഈ മാസം 29-ന് നടക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പരീക്ഷാ സമ്മർദ്ദം മറികടക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇക്കുറി 2,26,00,000 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പരിപാടിക്ക് മുന്നോടിയായി ചൊവ്വാഴ്ച നടന്ന ദേശീയ ചിത്രരചന മത്സരത്തിൽ 60,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. ഇന്ന് മുതൽ മാർച്ച് 27 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരും. ജനുവരി 29, 30, 31 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ഫെബ്രുവരി 5-നാണ് ബജറ്റ് അവതരണം. അടുത്ത മാസം 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കും. 2030ഓടെ 100 മെട്രിക് ടൺ കൽക്കരി വാതകവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് 2 കൽക്കരി വാതകവൽക്കരണ പ്ലാന്റുകൾ ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകി. പശ്ചിമബംഗാളിലും ഒഡീഷയിലുമാണ് കോൾ ഇന്ത്യ ലിമിറ്റഡും ഗെയിലും സംയുക്തമായി പ്ലാന്റുകൾ ആരംഭിക്കുക. ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര രാവിലെ 9:30-ന് ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. ആദ്യ 2 മത്സരങ്ങളിൽ നിന്നും വിരാട് കോഹ്ലി വിട്ടുനിൽക്കുമെന്ന് BCCI അറിയിച്ചു. പരിക്കിനെ തുടർന്ന് മുഹമ്മദ് ഷമിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറലാണ് ടീമിലെ ഏക പുതുമുഖം. ഒമാനിൽ നടന്ന IHF ഹോക്കി വനിതാ ലോകകപ്പ് 2024 പൂൾ സി മത്സരങ്ങളിൽ ഇന്നലെ ഇന്ത്യൻ ടീം USനെ 7-3-ന് പരാജയപ്പെടുത്തി. നേരത്തെ മസ്കറ്റിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ പോളണ്ടിനെതിരെ 5-4-ന് വിജയിച്ചിരുന്നു. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ നമീബിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് തൃശൂരിൽ ഇന്ന് സമാപനമാകും. വല്ലച്ചിറ പഞ്ചായത്തിലെ പരിപാടിയോടെയാണ് ജില്ലയിൽ യാത്ര പര്യടനം പൂർത്തിയാക്കുന്നത്. ഇന്നലെ താനൂർ, ചിറമംഗലം, ചെമ്മാട് എന്നിവിടങ്ങളിലെ പര്യടനത്തോടെ മലപ്പുറം ജില്ലയിൽ പര്യടനം പൂർത്തിയായി. ആലപ്പുഴ ജില്ലയിലും ഇന്നലെ പര്യടനം പൂർത്തിയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നെഹ്റു യുവകേന്ദ്രയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പട്ടികവർഗ യുവജന സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയ യുവജന സംഘത്തെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് രാവിലെ അഭിസംബോധന ചെയ്യും. പരിപാടിയുടെ സമാപന സമ്മേളനം 3 മണിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും രാജസ്ഥാനും സന്ദർശിക്കും. 19,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ന് 14ാമത് ദേശീയ സമ്മതിദായക ദിനം. പ്രധാനമന്ത്രി 50 ലക്ഷത്തിലധികം നവ വോട്ടർമാരുമായി സംവദിക്കും. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമാകും.
ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഹൈദരാബാദിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.